ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഗംഭീര സ്ഥലമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾക്കിത് നന്നായി ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് കുട്ടികൾക്ക് കുടുംബവുമായി വന്ന് നിങ്ങൾക്ക് ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റിയ ഒരു നല്ല ഫാം, അൽഖർജിലുള്ള ഒരു ഫാം പരിചയപ്പെടുത്തുകയാണ് ഞാൻ. ഇത് സൗദി അറേബ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രൈവറ്റ് സൂ ആണ്. നിങ്ങൾ വന്ന് ഈ സ്ഥലം തീർച്ചയായിട്ടും കാണേണ്ടതാണ്. എന്നോടൊപ്പം ഈ ഫാമിൻ്റെ ഓണർ മിസ്റ്റർ ജർമൻ എന്നോടൊപ്പമുണ്ട്. അദ്ദേഹം ഈ ഫാമിനെ കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളും നമ്മളോട് പങ്കുവയ്ക്കും. നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. السلام عليكم. عليكم السلام. اهلا، كيف حالك؟ اهلا شلونك؟ الله هلا يسلمك. مستر جرمن، حياك الله. شلونك؟ شرفنا اليوم. الله يحييك. الله زين. تبارك المكان. ما شاء الله اليوم زحمه زياده. يعني يوم اجازة العيد. نعم، يوم اجازات العيد كلها والاجازات الرسميه. اهلين. الله يحييك. طيب سؤالنا هذا اللي كم مساحه كله يا؟ المشروع هذا مساحته حوالي 76,000 متر مربع. 76,000 مربع. اي 76,000 متر مربع. فيه توسعة قادمة إن شاء الله، مشروع النعام بحدود 40,000 متر. وفي على الطريق الحائر إن شاء الله 436,000 متر المشروع الجديد إن شاء الله. مرحلة بعد مرحلة، لكن اللي تم افتتاحها مشروع المهل البضيحي. طيب ഇപ്പം നമ്മളോട് ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് 76,000 സ്ക്വയർ മീറ്റർ ഏരിയയിലുള്ള ഒരു ഫാമാണ്. ഇതിനോടൊപ്പം തന്നെ ഇതിനോട് ചേർന്ന് പല സ്ഥലങ്ങളിലായിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്യാനാണ് ഇദ്ദേഹത്തിൻ്റെ പ്ലാൻ. ഞാനൊരു 10 വർഷം മുമ്പ് ഇവിടെ വരുമ്പോൾ, അതായത് ഒരു കൊറോണയ്ക്കൊക്കെ കുറേ മുമ്പ്, ഇദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് മിസ്റ്റർ ജർമൻ. ഞാനിവിടെ വരുമ്പോൾ ഇത് ചെറിയൊരു അദ്ദേഹത്തിൻ്റെ ഒരു ഇസ്ത്രാഹ മാത്രമായിരുന്നു. ആ ഇസ്ത്രാഹ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ബിസിനസ് മൈൻഡാണ്. ആ ബിസിനസ് മൈൻഡ് വളർന്ന് ഇത്രയും വലിയൊരു ഫാമായി. നിങ്ങൾക്ക് കണ്ടോ, ഇതൊരു പബ്ലിക് പാർക്കിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ ഇപ്പോൾ ഈ ഏരിയയിൽ മുഴുവനായിട്ട് ഉണ്ട്. അത്രയ്ക്ക് ഹ്യൂജായിട്ടുള്ള ഒരു ആൾക്കാരാണ്, സഞ്ചാരികളാണ് ഇവിടെ വന്ന് ഈ ഫാം വിസിറ്റ് ചെയ്യുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ إيش موجود الحيوانات هناك؟ إيش what kind of animals الموجود الآن هنا تقريبا 35 نوع من الغزلان. 35 نوع. أي نعم تقريبا. ونفسها تقريبا من الطيور. لا أكثر من 35، مو 35 نوع. يا. أي نوع، يعني أنت تتكلم الآن اللاما هذا نوع مع نوع. السكادير هذا نوع، الريم العربي نوع، الطاووس من الطيور، الطاووس والفسد والحيوان. فتقريبا العدد كنوع، لكن كعدد أكثر من كده. 35 പരം ആനിമൽസ് ആണ് ഇവിടെ ഉള്ളത്. അതായത് ബേർഡ്സും ആനിമൽസും എല്ലാം ചേർത്തൊരു 35 പരം ആനിമൽസ് ഇവിടെയുണ്ട്. മാത്രമല്ല, ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾ കൊണ്ടുവരണ്ട. ഫുഡ് ഇവിടെയുണ്ട്. ഇവിടെ കോഫി കുടിക്കാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് വീട്ടിലേക്ക് വേണമെങ്കിൽ ചെടികൾ വാങ്ങിക്കൊണ്ടുപോകാനുള്ള അതിൻ്റെ സൗകര്യം ഇവിടെ ഉണ്ട്. ഇരിപ്പിടം എവിടെ നോക്കിയാലും ഇരിപ്പിടങ്ങളാണ്. നിങ്ങൾക്ക് ഇരിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നിങ്ങളൊരു മാറ്റ് പോലും ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പക്ഷെ ആവശ്യമുള്ളവർക്ക് സ്പെഷ്യലായിട്ട് മാറിയിരിക്കണമെങ്കിൽ മാത്രം മാറ്റ് കൊണ്ടുവന്നാൽ മതി. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. വെറും 20 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. ഈ 20 രൂപയ്ക്ക് നിങ്ങൾക്ക് ഗേറ്റിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വരാൻ, നിങ്ങളുടെ സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ട്രോളി അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ പാർക്കിംഗ് ഏരിയയുമുണ്ട്. ഏതായാലും ഇതൊരു നല്ല അനുഭവമായിരിക്കും. നിങ്ങളിവിടെ വന്ന് ഇവിടെ വിസിറ്റ് ചെയ്യണം. ഇത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മിസ്റ്റർ ജർമൻ, ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ. ഓക്കെ ജർമൻ, താങ്ക് യു സോ മച്ച്. ഇതൊരു പ്രൈവറ്റ് സൂ ആണെങ്കിലും ഇവിടെ വന്യമൃഗങ്ങളെ ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. വന്യമൃഗങ്ങളെന്ന് ഉദ്ദേശിക്കുമ്പോൾ വലിയ ആന, അതുപോലെ തന്നെ സിംഹം, പുലി, കാണ്ടാമൃഗം, അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള മൃഗങ്ങളൊന്നുമില്ല. ഇവിടെ നിങ്ങൾ കാണാൻ കഴിയുന്നത് മുഴുവൻ അരുമ മൃഗങ്ങളാണ്. കുട്ടികൾക്കൊക്കെ വന്ന് കണ്ട് അതിന് തീറ്റ കൊടുക്കാൻ പറ്റിയ നല്ല കാണാൻ സൗന്ദര്യമുള്ള നല്ല മൃഗങ്ങൾ ആണുള്ളത്. ഈ കാണുന്ന ഒരു ഒട്ടകമാണ്. ഇതിൻ്റെ പേര് അബു സനാമീൻ എന്നാണ്. ഇത് സൗദി അറേബ്യയിൽ തന്നെ മൊത്തം 4 എണ്ണമേ ഉള്ളെന്നാണ് പറയുന്നത്. ഇതിനെ വാങ്ങാൻ വേണ്ടി 10 വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്നാണ് ഇതിൻ്റെ മാനേജർ എന്നോട് പറഞ്ഞത്. ഈ ഗൂഗിൾ മാപ്പിൽ ഈ ഫാമിൻ്റെ പേരടിച്ചു കൊടുത്താൽ, പേര് ഞാനിതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സൈൻ ബോർഡ് ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായി ആ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഗൂഗിൾ മാപ്പ് കൃത്യമായി ഈ സ്ഥലത്ത് കൊണ്ടെത്തിക്കും. പിന്നെ റിയാദിൽ നിന്ന് വരുന്നവർക്ക് ഏകദേശം ഒരു 80 കിലോമീറ്റർ, റിയാദിൽ നിന്ന് ഒരു 80-85 കിലോമീറ്റർ ദൂരമാണുള്ളത്. നമ്മൾ അൽഖർജ് റോഡിൽ
വരുമ്പോഴത്തേക്ക് നൽക്കർജ് സിറ്റി എത്തുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് വലത്തേക്ക് വാദി അൽ ദവാസറിലേക്കും ദലത്തിലേക്കുമൊക്കെ പോകുന്ന ഒരു റോഡിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് ഒരു 15 കിലോമീറ്റർ പോകുമ്പോൾ ഒരു യൂ ടേൺ കിട്ടും. ആ യൂ ടേൺ എടുത്തു കഴിഞ്ഞാൽ ഈ ഫോം നമുക്ക് വലതുവശത്തായിട്ട് കാണാൻ പറ്റും. അൽമഹ അൽ വദ്ഹി എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ നമ്മൾ ഇതിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ പ്രത്യേകിച്ച് നമ്മളൊന്നും കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല. ഇരിപ്പിടങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ഇരിപ്പിടങ്ങളൊക്കെ ഇവർ തന്നെ ഇട്ട് വച്ചേക്കുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കയറി ഇരിക്കാവുന്നതാണ്. 20 റിയാലാണ് ഒരു മുതിർന്ന ആളിന് ഇതിനകത്ത് പ്രവേശിക്കുന്നതിനുള്ള പ്രവേശന ഫീസ്. കുട്ടികൾക്ക് അത് 15 റിയാലുമാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിരുന്ന് അവരവരുടെ സൗകര്യം പോലെ ഇരിക്കാം. ഈ കാണുന്നതൊക്കെ കോഫി ഷോപ്പുകളാണ്. ചെറിയ ബൂഫിയകളും അതുപോലെ തന്നെ സ്നാക്സും ചെറിയ ബക്കാലയും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങാം. പിന്നെ കിയോസ്ക് പോലുള്ള പ്രത്യേകിച്ച് ചെറിയ ചെറിയ കിയോസ്ക് പോലുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയും ചെയറും ടേബിളും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഭക്ഷണമൊക്കെ വേണമെങ്കിലും അവിടെ കൊണ്ടുവച്ച് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രൈവറ്റായിട്ട് ഫാമിലിക്ക് ഇരിക്കണമെന്നുണ്ടെന്ന് വരില്ല, അതിനും സൗകര്യമുണ്ട്. ടെൻറ്റ് കെട്ടിയിട്ടുണ്ട്. ആ ടെൻറ്റ് ചെറിയ എന്തോ ഒരു വാടക കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റായിട്ട് അതിലിരിക്കുകയും ചെയ്യാം. പിന്നെ ഈ കാണുന്നതൊക്കെ ഇൻഡോർ പ്ലാന്റുകളാണ്. വീട്ടുകളിൽ നമുക്ക് വളർത്താൻ വേണ്ടിയിട്ടുള്ള ചെടികളാണ്. ഇതിനൊക്കെ വളരെ നിസ്സാരമായ വിലയുള്ളൂ. ഇതിനകത്തും ഇവർ ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലും വന്നിരിക്കാം. ഇതിലും ഒരു AC-യുടെ സുഖമൊക്കെ ഉണ്ട്. കൂളർ അവർ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ചെടികൾ വാടിപ്പോകാതിരിക്കാനും ഒക്കെ ആയിട്ട്.